ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു കമ്മൽ റെഡിയാക്കാമേ. അതിന് ഞാൻ ഈ ഒരു ബ്ലൂ കളർ സ്റ്റിക്കി സ്റ്റോൺ ആണേ നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് സ്റ്റോൺ ചെയിൻ ആണേ. ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കണേ. ഇതുപോലെ ചുറ്റും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലത്തെ കുന്തൻ സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി വേണ്ടത് ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ്. അത് ഞാൻ ഈ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഇതുപോലത്തെ ജ്വല്ലറി മേക്കിംഗ് ഐഡിയാസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പുതിയ പുതിയ ജ്വല്ലറി മേക്കിംഗ് ഐഡിയാസ് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറികൾക്ക് ഒന്ന് DM ചെയ്യണേ, അല്ലെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു ഡിസൈൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പ് ജ്വല്ലറി അപ്ലോഡ് ചെയ്യണമെന്ന് ഒന്ന് DM ചെയ്യണേ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡ് നോക്കാം. സ്റ്റഡ് ഞാൻ സിമ്പിളായിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് കുന്തൻ ബീഡാണ് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണേ. ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഓരോ ഡിസൈൻസും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇനി ഓരോന്നും കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐപ്പിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് വാക്സ് ഷീറ്റ് കിട്ടിയിട്ടോ വൈറ്റ് കളറ്. അപ്പം ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഹാങ്ങിങ്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റഡിൽ ഒട്ടിച്ചു കൊടുത്തു, ഷീറ്റും വെച്ച് കവർ ചെയ്തു കേട്ടോ. ഇനി താഴെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടൈപ്പിലുള്ള ബ്ലൂ കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹോള് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു ഗോൾഡൻ ബീഡ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് ബ്ലൂ കളർ ബീഡ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ ഓരോ ഗുങ്കുരൂസായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഗുങ്കുരൂസ് നമുക്ക് താഴെ ഹാങ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു വൈറ്റ് കളർ പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബ്ലൂ ആഡ് ചെയ്ത് പിന്നെ ഒരു വൈറ്റ് ആഡ് ചെയ്ത് അങ്ങനെ ഒരു ഹെവി ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി കൊടുത്തത് കേട്ടോ. ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറികൾക്ക് ഒരു ഹെവി ലുക്ക് ഉണ്ടെങ്കിൽ അത്ര വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കതിൻ്റെ സ്റ്റഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി കമ്മലിൻ്റെ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.